ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ പ്രതിയായ ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്തതാണ് അപ്പീല്. ഉമർ ഖാലിദ്, ഷർജീൽ ഇമാം അടക്കമുള്ള 8 പേരുടെ ജാമ്യാപേക്ഷ നേരത്തെ ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനാണ് ചേരുന്നത്. ജിഷ്ണു, വിശദാംശങ്ങൾ. ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട ഉമർ ഖാലിദ് ഉൾപ്പെടെ 4 പേരുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം തുടങ്ങി ഈ കേസിലെ 8 പ്രതികളുടെ ജാമ്യാപേക്ഷ നേരത്തെ ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു. ഡൽഹി പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ വാദങ്ങൾ ശരിവെച്ചുകൊണ്ടായിരുന്നു പ്രതികളുടെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളിയിട്ടുള്ളത്. ഈ പ്രതികൾ ഡൽഹി കലാപത്തിന്റെ ഗൂഢാലോചനയിലും ഒപ്പം കലാപം ആളിക്കത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. അതിന് ദൃശ്യങ്ങൾ സഹിതമുള്ള തെളിവുകൾ, തീവ്ര ഇസ്ലാമിക നിലപാടുകളും ഒപ്പം കലാപത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടുമുള്ള പ്രസംഗങ്ങൾ, മൊഴികൾ ഇതെല്ലാം തന്നെ വ്യക്തമായിട്ടുണ്ടെന്നും പ്രതികൾക്ക് യാതൊരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്നും അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. അത് അംഗീകരിച്ചുകൊണ്ടായിരുന്നു. ഒപ്പം ആ റിപ്പോർട്ട് നിലവിൽ വിചാരണ കോടതിയിലുണ്ട് എന്നുള്ള കാര്യവും അന്വേഷണ സംഘം ഡൽഹി ഹൈക്കോടതി അറിയിച്ചിരുന്നു. തുടർന്നാണ് 8 പ്രതികളുടെയും ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നത്. അത് ചോദ്യം ചെയ്തുകൊണ്ട് ആദ്യം ഉമർ ഖാലിദും പിന്നീട് 3 പേരും ഇപ്പോൾ സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഉമർ ഖാലിദ് ഉൾപ്പെടെ 4 പേരുടെ ജാമ്യാപേക്ഷയാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. 2020 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പൗരത്വ നിയമ ഭേദഗതി നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്ന്, അഫ്ഗാനും പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് മതപരമായ വിവേചനം നേരിട്ട്, ക്രൂരതകൾ നേരിട്ട് ഭാരതത്തിലേക്ക് അഭയാർത്ഥികളായി എത്തിയവർക്ക് പൗരത്വം നൽകുന്നതിനുള്ള നടപടികൾ ഏകീകരിക്കുകയും അതിൽ ചില ഇളവുകൾ നൽകുകയും ചെയ്തതായിരുന്നു പൗരത്വ നിയമ ഭേദഗതി. എന്നാൽ ആ നിയമം രാജ്യത്തിനകത്തുള്ള, നമ്മുടെ ഭാരതത്തിനകത്തുള്ള മുസ്ലിമുകളുടെ പൗരത്വം നഷ്ടപ്പെടുത്തുമെന്നും അവരെയെല്ലാം രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്നുമുള്ള വ്യാജ പ്രചരണം നടത്തിക്കൊണ്ട് രാജ്യത്തിനകത്ത് കലാപത്തിന് അന്ന് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി വടക്കുകിഴക്കൻ ഡൽഹിയിൽ ഷഹീൻബാഗ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ സമരം ആരംഭിച്ചു. ആ സമരവേദിയിലും സമരത്തിന് പുറത്തും സർവകലാശാലകളിലും കലാപം ആളിക്കത്തിക്കാനുള്ള പ്രസംഗമാണ് ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ളവർ നടത്തിയത്. ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 2020 സെപ്റ്റംബറിലാണ് ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ളവരെയും ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. ശേഷം തിഹാർ ജയിലിൽ തുടരുകയാണ്. വിചാരണ കോടതി ജാമ്യം നൽകിയിരുന്നില്ല. ഹൈക്കോടതിയും ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ പ്രതിയായ ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുള്ള അപ്പീലാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും നേരത്തെ ഡൽഹി ഹൈക്കോടതി വിഷയം തള്ളിയതാണ്. ജിഷ്ണു കൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.